Thank you, ma'am. At this time, I invite Mrs. Sharath to be the alumni. Yep, good evening everyone. Respected dignitaries on the dais, Principal Stanley sir, my beloved teachers, parents and my dear junior friends. Oh, yeah, finally I'm back home. So, yeah, there is like when we were learning, there used to be one phrase, right? Once an SDN is an always an SDN. ഒരിക്കൽ SDL പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SDNനെ മറക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു മെമ്മറീസാണ് നമുക്ക് തരിക. അപ്പോൾ നീണ്ടൊരു 10 വർഷം ഞാൻ ഈ സ്കൂളിൽ ചെലവഴിച്ചിട്ടുണ്ട്. ആ 10 വർഷം എനിക്ക് തന്നിട്ടുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്തതാണ്. സം വിച്ച് ഐ വിൽ ബി ഷെയറിംഗ് ലേറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഡോണ്ട് നോ ഹൂ നെയിം ദിസ് ഇവന്റ് ആർക്കൻസിയൽ. സോ ആർക്കൻസിയൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇറ്റ് മീൻസ് ആർക്ക് ഇൻ ദ സ്കൈ വിച്ച് ഇസ് നത്തിങ് ബട്ട് റെയിൻബോ. റെയിൻബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാവുന്ന ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. സോ വാട്ട് ഇസ് ദ കളർ ഓഫ് എ റെയിൻബോ? ഇറ്റ്സ് വിബ്ജിയോ, റൈറ്റ്? 7 കളേഴ്സ് ചേർന്നിട്ട് വരുന്ന ഒരു ആർക്കാണ് റെയിൻബോ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നെയിം. ഞങ്ങളുടെയൊക്കെ പണ്ട് സമയത്ത് ഞങ്ങളൊരു നെയിം കണ്ടെത്തുന്ന പറഞ്ഞാൽ വളരെ സിമ്പിൾ, സിംഫണി അങ്ങനത്തെ ഒക്കെ വളരെ. നമുക്ക് ഫ്രഞ്ച് നെയിംസ് ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് തന്നെ മര്യാദയ്ക്ക് അറിയാത്തൊരു കാലമായിരുന്നു അന്ന്. ഏകദേശം ഒരു 16 years ബാക്ക് വെൻ ഐ ലെഫ്റ്റ് ദ സ്കൂൾ. സോ ഇന്ന് ഫ്രഞ്ച്, സ്പാനിഷ്, സോ ഇറ്റ്സ് സോ നൈസ് അല്ലേ? എല്ലാവരും വിവിധ തരം നെയിംസ് തപ്പിപ്പോകുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അടിപൊളിയാണ്. So first of all, I'll give a small introduction about myself. I'm Sharath V. I passed out in 2010. And 2010 ഞാൻ +2 pass out ആയി. So now currently I work as a senior consultant storage like Azure and AWS in LTI Mindtree Bangalore. പിന്നെ ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത്, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, കൺസിഡർ നോളേജ് മോർ ദാൻ ഗ്രേഡ്, റൈറ്റ്? പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചേഴ്സ്, ഇപ്പോൾ ഇവിടെ എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഉള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചറിയാം, ഓരോ മാർക്കിന് വേണ്ടിയിട്ട് പിന്നാലെ നടക്കും. സാർ ഇവിടെ ഒരു മാർക്ക്, അവിടെ ഒരു മാർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം റാങ്കിൽ നിന്ന് 3ാം റാങ്കിലേക്ക് കിടക്കാൻ എനിക്ക് ആ ഒരു മാർക്ക് മതിയായിരുന്നു. കാരണം വീട്ടിൽ പോയാൽ ഇല്ലെങ്കിൽ ചോദിക്കും, എന്തുകൊണ്ട് നീ 4ാമനായി 3ാമനായിട്ട് വന്നിട്ടില്ല എന്നുള്ള ചോദ്യമായിരുന്നു. പിന്നീട് നമ്മളൊരു കാലം കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ ബിറ്റ്സ് എന്ന MTech കംപ്ലീറ്റ് ചെയ്തതാണ്. സോ എൻ്റെ MTech പോസ്റ്റ് ഗ്രാജുവേഷൻ നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞ പോലെ ഞാൻ ബിറ്റ്സ് പിലാനി എന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഐ കംപ്ലീറ്റഡ് മൈ MTech ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോ ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി, മാർക്ക് കൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഉള്ള പാരൻസിനുള്ള എൻ്റെ ഒരു ജസ്റ്റ് ഒരു അറിവ് മാത്രമാണ് പകർന്നു തരുന്നത്. എന്നെക്കാട്ടിലും അറിവുള്ളവരാണ് എല്ലാ പാരൻസും. എങ്കിലും നമ്മൾ കുട്ടികളെ ഗ്രേഡിനും മാർക്കിനും വേണ്ടി പ്രഷറൈസ് ചെയ്യല്ല വേണ്ടത്. അവർക്ക് എന്താണോ ഇഷ്ടം ആ ഫീൽഡിലേക്ക് കൂടുതൽ നോളേജ് കൊടുക്കാൻ, അതിനവർക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് 100% മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയും 70% മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയും ഒരേ ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. കാരണം 60% മേലുണ്ടോ ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ബാക്കി നമ്മൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിൻ്റെ ബേസിസിലാണ്. അവിടെ നമ്മുടെ മാർക്ക് ആവശ്യമല്ല. അത് പറഞ്ഞിട്ട് കുട്ടികളോട് പഠിക്കണ്ടെന്നല്ല കേട്ടോ, വീണ്ടും പറയുന്നു. സോ പ്രത്യേകിച്ച് പിന്നൊരു കാര്യം പറയാനുള്ളത്, പഠിക്കുന്നതിൻ്റെ കൂടെ ട്രൈ ഇംപ്രൂവിങ് യുവർ സോഫ്റ്റ് സ്കിൽസ്. പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. മലയാളം മതി, ആരോടും എന്തും പറയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ഇംഗ്ലീഷ്. സോ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, നമുക്ക് വേണ്ട ഒരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സോഫ്റ്റ് സ്കിൽസ്. സോ അലോങ് വിത്ത് ദിസ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രൈ ഇംപ്രൂവിങ് യുവർ സോഫ്റ്റ് സ്കിൽസ്. ഇറ്റ് ഈസ് ജസ്റ്റ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ മൈ ജൂനിയേഴ്സ്. പിന്നെ ഞാനിവിടെ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ കുറേ മെമ്മറീസ്. ഇവിടുത്തെ ഓരോ ക്ലാസ് റൂമിനും എൻ്റെ ഓരോ കഥകൾ പറയാനുണ്ടാവും. ബിക്കോസ് ഇവിടുത്തെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഏറ്റവും ക്ഷമയുള്ള ടീച്ചർമാരായിരുന്നു എൻ്റെ ഇംഗ്ലീഷ് മിസ്സ് ശശികല മിസ്സ്, എൻ്റെ മലയാളം മിസ്സ് സരസ്വതി മിസ്സൊക്കെ ഭയങ്കര പ്രായമായിട്ടുള്ള ടീച്ചറായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും. സുധാ മിസ്സ്, എൻ്റെ ഹിന്ദി ടീച്ചറല്ല, ഹിന്ദി ടീച്ചറായിരുന്നിട്ടുള്ള സുധാ മിസ്സ്. ഇവരുടെയും ഒക്കെ ചീത്ത മേടിച്ചിട്ടുള്ള, ഈ സ്കൂൾ പഠിച്ചിട്ടുള്ള ഒരേ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനായിരിക്കും. എല്ലാവരുടെയും ചീത്ത മേടിച്ചിട്ടുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട്. എൻ്റെ പാരൻസ് ഇപ്പോഴത്തെ പാരൻസിനെ പോലെയാണോ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാവരെയും കമ്പാരിസൺ ചെയ്യല്ല.
എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പണ്ട് വണ്ടി ഓട്ടിക്കായിരുന്ന ചാക്കോ ചേട്ടൻ, കോശിച്ചായൻ, ഇവരോടൊക്കെ പറയും വഴിയിൽ എവിടെ വെച്ചിട്ടും അവൻ എന്തെങ്കിലും തെറ്റ് കാണിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് അടിച്ചോ, ഒരാളും ചോദിക്കില്ല, എന്നിട്ട് അവനെ ഒന്ന് വീട്ടിലേക്ക് ആക്കിയേക്കണേന്ന് പറയും. അത്രയും കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഞാനത് ആലോചിക്കുമ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ നന്നായി. ഇല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് ഇത് സംസാരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിനൊക്കെ ഞാൻ ഫസ്റ്റ് എൻ്റെ പാരൻസിനോട് നന്ദി പറയുന്നു. ബിക്കോസ് അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു സ്കൂളിൽ, ബിക്കോസ് അന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇത്രയും നല്ലൊരു ICSE സ്കൂളിൽ എന്നെ പഠിപ്പിക്കാൻ അവരെയും കൊണ്ട് പറ്റില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ മക്കളുടെ എഡ്യൂക്കേഷന് അവർ പ്രിഫറൻസ് കൊടുത്തു. സോ ഐ താങ്ക് മൈ പാരൻസ്. താങ്ക്സ് അച്ഛ, താങ്ക്സ് അമ്മ, ദേ ആർ റൈറ്റ് ദർ. പിന്നെന്താ പറയുക, കുറേ തമാശ കഥകളുണ്ട് ഇവിടെ പഠിച്ചപ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ്, ക്ലാസ് ബങ്ക് ചെയ്യോ, ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കുറേ സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി മാത്സ്. ഞങ്ങളുടെ മാത്സ് ടീച്ചർക്ക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് എടുക്കുക ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു റീകോൾ ഇസ്, ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ് വേർഡ് റീകോൾ. എൻ്റെ 5 മാർക്ക് കളഞ്ഞിട്ടുള്ളൊരു വേർഡാണ് ദാറ്റ്. ഐ സ്റ്റിൽ റിമെമ്പർ. ബട്ട് യാ, പണ്ടൊക്കെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് മാത്സ് ക്ലാസ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി കെമിസ്ട്രിയുടെ സ്പെഷ്യൽ ക്ലാസ്സാണ്. അപ്പോൾ എനിക്ക് മാത്സ് അറ്റൻഡ് ചെയ്യണം, കെമിസ്ട്രി അറ്റൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ കെമിസ്ട്രി മിസ്സിൻ്റെ അടുത്ത്, അന്ന് പ്രസന്ന മിസ്സായിരുന്നു, അലക്സാണ്ടർ ലുക്ക് സാറിൻ്റെ വൈഫ് പ്രസന്ന മിസ്സായിരുന്നു എന്നെ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മിസ്സിൻ്റെ അടുത്ത് പോയിട്ട് പറയണം, മിസ് എൻ്റെ കസിൻ്റെ മാരേജ് ആണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോൾ മിസ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്, ശരി കുഴപ്പമില്ല പൊക്കോളൂ ശരത്, വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് ഒന്ന് എന്നെ ഫോൺ ചെയ്ത് പറയാൻ പറയൂ എന്ന് പറഞ്ഞു. പെട്ടോ, കസിൻ്റെ കല്യാണവും ഇല്ല, ഒന്നുമില്ല. ഞാൻ പോണ വഴിക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ രാജാട്ടിൻ്റെ കടയിൽ കയറിയിട്ട് ഒരു നാരങ്ങ സോഡയും കുടിച്ചിട്ട് ഇന്നിപ്പോൾ എന്താ വിളിച്ചു പറയാ. ഞാൻ തിരിച്ച് അതേപോലെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ, ഇറ്റ്സ് ഓക്കെ മാം, ദ മാരേജ് ഗോട്ട് ക്യാൻസൽഡ്, കല്യാണം മാറ്റി വെച്ചു. അപ്പം മാം എൻ്റെ അടുത്ത് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എടാ നിന്നെക്കാട്ടിലും വിളഞ്ഞ വിത്തുക്കളെ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ നിലയ്ക്ക് എത്തിയത്. സോ വി നോ ദാറ്റ്. സോ അങ്ങനെ കുറേ വണ്ടർഫുൾ സ്റ്റോറീസ് ഉണ്ട് SDA കുറിച്ച് പറയാനാണെങ്കിൽ. ദാറ്റ് വാസ് ജസ്റ്റ് വൺ ഓഫ് ഇറ്റ്. പിന്നെ എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട എൻ്റെ ഓരോ ടീച്ചേഴ്സിനെയും, ചെറുപ്പം തൊട്ടിട്ട് ഞാൻ ഇവിടെ വന്നത് 3rd സ്റ്റാൻഡേർഡിലാണ്. ബിക്കോസ് NSS വടക്കേത്തറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് പൂട്ടിയ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. ഇവിടെ വന്ന സമയം തൊട്ടിട്ടുള്ള ഓരോ ടീച്ചേഴ്സിനെയും എനിക്കറിയാം. അവർക്ക് എന്നെയും ചിലപ്പോൾ നല്ലോണം അറിയാം. സ്റ്റാൻലി സാർ പോലും ആഫ്റ്റർ വെരി ലോങ് ഇയർ ഐ എം സീയിങ് ഹിം, ബട്ട് സ്റ്റിൽ ഹി ഈസ് വൺ ഓഫ് ദി ഹെഡ് മാസ്റ്റർ ഹു ഐ ഹാവ് ഗോട്ട് ബീറ്റിംഗ്സ് ഫ്രം ഹിം ഓൾസോ. അത് പ്രൗഡായിട്ട് പറയല്ല, പക്ഷെ എന്നാലും ഐ വാസ് സച്ച് എ കൈൻഡ് ഓഫ് എ വെരി നോട്ടി കിഡ്. അപ്പോൾ എന്നെ പഠിപ്പിച്ച ജോസഫ് സാറ് തൊട്ട്, സ്റ്റെല്ല മിസ് തൊട്ട്, പ്രീത മിസ്, പ്രീത മിസ്സിൻ്റെയും രജനി മിസ്സിൻ്റെയും അടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെയാണ് അടി. രജനി മിസ്, പ്രീത മിസ്, പിന്നെ ആരൊക്കെയാ 3S, അതായത് ശശികല മിസ് 3 പേര്, ഫിസിക്സ് മിസ്, മാത്സ് മിസ്, ഇംഗ്ലീഷ് മിസ്, സരസ്വതി മിസ്, അങ്ങനെ ഓരോ ടീച്ചേഴ്സും, ഞാൻ മഞ്ജു മിസ്, പ്രമോദ് സാറ്, KK സാറ്, വിനോദ് സാറ്, നമ്പർ ഓഫ് ടീച്ചേഴ്സ്, റൈറ്റ്. എനിക്ക് എല്ലാവരെയും പേര് ഓർമ്മ. പ്രത്യേകിച്ച് നമ്മുടെ കെമിസ്ട്രി ലാബിൻ്റെ തമ്പി സാറ് നമ്മുടെ കൂടെ ഇല്ല, കാരണം ഇഷ്ടം പോലെ ബീക്കറും ടെസ്റ്റ് ട്യൂബുകളും ഒക്കെ പൊട്ടിച്ചാലും കൂടെ നിന്നിട്ട് നീ പൊട്ടിക്ക്, ബാക്കി പരീക്ഷണങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറ്. ഇവരൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ ഡെഡിക്കേഷൻ ആൻഡ് ദ ടൈം ദാറ്റ് യു ഹാവ് സ്പെൻഡ് ഫോർ അസ്, ദാറ്റ് മെയ്ഡ് മീ സക്സസ്ഫുൾ. സോ താങ്ക് യു എവറിബഡി. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ശ്രീജ മിസ്, സയൻസ് ടീച്ചർ കൂടിയല്ല, കൊമേഴ്സ് ടീച്ചറായിട്ടുള്ള ശ്രീജ മിസ്സിൻ്റെ വരെ ഞാൻ ചീത്ത മേടിച്ചിട്ടുണ്ട്, സൗണ്ട് ഉണ്ടാക്കാതെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. സോ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. And then I want to name 3 names here. I'm just getting 3 names here. Sorry, idalla. എനിക്ക് തോന്നുന്നത് these were the 3 main names that changed my life. One is late Ragaja Miss. I'll start with Ragaja Miss. The reason being, she was the one who taught me the importance of soft skills. Why English is needed. When I was in 6th standard, I was nothing. I can't talk anything other than Malayalam. എൻ്റെ വായിൽ വേറെ ഒന്നും വരില്ല. ഞാൻ നോർമൽ ഒരു സ്റ്റേറ്റ് സിലബസ് എന്നാണ് ICSE വന്നത്. എനിക്ക് ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല, കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. സോ ഐ വോണ്ട് ടു താങ്ക് ഹർ ഇമെൻസ്ലി ബിക്കോസ് ഷീ മേഡ് മീ അണ്ടർസ്റ്റാൻഡ് വൈ ഇംഗ്ലീഷ് ഇസ് റിക്വയർഡ്. ഷീ ഈസ് നോ മോർ വിത്ത് us ആൻഡ് ഐ റിഗ്രറ്റ് ബിക്കോസ് ഷീ ഹാസ് ഓൾവേസ് ബീൻ വിത്ത് മീ ത്രൂ ഔട്ട് മൈ ലൈഫ് ടിൽ ഷീ വാസ് ദെയർ. സോ താങ്ക് യു മിസ്, ഐ റിമെമ്പർ യു. ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ ഇസ് മൈ ബിലവഡ് പ്രിൻസിപ്പൽ കുഞ്ഞു സർ. സോ ഇവിടെ എത്ര പേർക്ക് അറിയും, എക്സെപ്റ്റ് ഫോർ 1 or 2, ഐ ഡോണ്ട് നോ, എല്ലാവർക്കും അറിയുന്ന, ഐ വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ഹു ലേൺ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചോയ്സ് ഇല്ല. യു ഗെറ്റ് ഐദർ ബയോളജി ഓർ ബയോമാക്സ് വിച്ച് യു ക്യാൻ ചൂസ്. ഞാനായിരുന്നു ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഇവിടെ പഠിച്ചത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബയോളജിയും പഠിച്ചു,
എനിക്ക് വേണ്ടി ഞാൻ കമ്പ്യൂട്ടർ സയൻസും പഠിച്ചു. ബിക്കോസ് ഐ ഹാഡ് ദാറ്റ് വിഷൻ. ഞാൻ എന്തായാലും ഡോക്ടർ ആവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഓപ്ഷൻ വന്നിട്ട് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു. സോ ഞാൻ കൂടുതൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. അത് പുറത്തു പോയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് കുഞ്ഞു സാറിനോട് പറഞ്ഞപ്പോൾ ഐ യു ഷുവർ, അതായിരുന്നു സാറിൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു യെസ് സർ. സോ യു വോണ്ട് ഗെറ്റ് എനി കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സസ് ഇൻസൈഡ് ദി പ്രിമിസസ്. സോ ഈ സ്കൂളിൽ നിന്ന് നിനക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സസ് കിട്ടില്ല. ബിക്കോസ് ബയോളജി കഴിഞ്ഞിട്ട് മാത്സ് ക്ലാസ്സിൻ്റെ സമയത്താണ് വരിക. അപ്പോൾ നീ എങ്ങനെ പഠിക്കും? ഞാൻ പറഞ്ഞു ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ദെൻ ഹി അഗ്രീഡ്. നിനക്ക് എക്സാം എഴുതാം, അതിനുള്ളത് ഞാൻ ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് എന്ന് പറഞ്ഞ ആ സാറിൻ്റെ ഒരു വാക്കുകൾ, സാറ് പറയാണ് നോ, ദെൻ ഞാൻ ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവില്ല. സോ അതാണ് നമ്മുടെ ഓരോ ടീച്ചേഴ്സും നമ്മുടെ ലൈഫിൽ പ്ലേ ചെയ്യുന്ന ഓരോ ക്രൂഷ്യൽ റോളുകളാണ്. ആ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ദേ വുഡ് ഹാവ് സെഡ് നോ, ഞാനിവിടെ ഇല്ല. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈ കമ്പ്യൂട്ടർ സർ സതീഷ് സർ, ഐ വിൽ നോട്ട് ഈവൻ നൗ ഫാൻസ് കൂടുതലാണ്. സോ റാദർ ദാൻ എ ടീച്ചർ, ഹി വാസ് മൈ ഗാർഡിയൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട്, എവറിത്തിങ്. എൻ്റെ എന്ത് വിഷമം ഉണ്ടെങ്കിലും എൻ്റെ സങ്കടം ഉണ്ടെങ്കിലും ഞാൻ എന്ത് കുറ്റം ചെയ്താലും ഞാൻ എന്ത് അച്ചീവ് ചെയ്താലും ആദ്യം ഞാൻ സതീഷ് സാറിനെയാണ് വിളിച്ച് പറയാം. അത് പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഈ നിമിഷം വരയ്ക്കും ഞാൻ തിരുവല്ലാമലയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് പോയി കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഐ ജസ്റ്റ് ഗിവ് ഹിം എ കോൾ. ഞാൻ പറയും സാർ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആണോ? ആ ശരിടാ. കാരണം എന്താണെന്നറിയോ, വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സാർക്ക് നമ്മൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ സാർക്ക് അത്രയും സങ്കടമാണ്. ബിക്കോസ് ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ്. എത്രയോ പീപ്പിൾ, how hard it will take, you know, when you call your old teachers, even if you leave, like for all those +2 students and 10 students, right, നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോയാലും ട്രൈ റീകണക്ടിങ് വിത്ത് യുവർ ടീച്ചേഴ്സ്. അത് അവർക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമുക്ക് ഹാർഡ്ലി നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു 1 or 2 minutes പോവുള്ളൂ. പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും അവർക്കത് ഭയങ്കര പ്രഷ്യസ് ആവോ, നീ ഇവിടെ എത്തിയോ എന്ന് കേൾക്കുന്നത്. അപ്പോൾ അത് പറയണമെന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ടൈം ഐ ഫീൽ ലൈക്ക് യു നോ, to all the students, എനിക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് I felt like I just heard Bryan Adams, Summer of 69. So those were the best days of my life. എൻ്റെ സ്കൂൾ ഡേയ്സ് ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഡേയ്സ്. So I'm letting you know these are the best days of your life. So enjoy. എനിക്ക് അറിയില്ല ആരും എന്താ കൂകാത്തേന്ന്. പണ്ട് ഞങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ കുറേ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയും ഒന്ന് ഇറങ്ങി പോടോ, ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് സമയമായി എന്ന്. So I'm not extending anymore. Thank you so much and thanks a lot for the administration for this opportunity. Thank you.